ഹേയ് മെഡിക്കോസ്, ഞാൻ പ്രണവ്യ, ആ ഫൈനൽ പ്രൂഫ് BAMS. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നൊരു കഥയാണ്, ആ സ്റ്റോറി ഓഫ് എ സിഗ്നേച്ചർ. അതായത് നമ്മൾ ഫൈനൽ ഇയറിൽ റെക്കോർഡ് എന്തായാലും എഴുതുമല്ലേ, എല്ലാ വർഷവും റെക്കോർഡുണ്ട്. അപ്പോൾ നമ്മൾ മെഡിക്കോസ് ആയതുകൊണ്ട് ഓരോന്നും കേസസ് ആണ് നമ്മൾ. അപ്പോൾ അതിന് ഓരോ കേസ് എഴുതുമ്പോൾ നമുക്ക് ഒരു ടീച്ചറിൻ്റെ നിന്ന് സൈൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആക്ച്വലി ഞാനിപ്പോൾ കേസിൽ കാഴ്ച ലോങ് കേസ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രക്താതി സാധനമാണ് ടോപ്പിക്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കേസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ തവണ ഒരുപാട് തവണ ഇപ്പോൾ കറക്ഷൻസ് ഒക്കെ പറയുന്നു. എന്തെങ്കിലും അഷ്ടസ്ഥാന പരീക്ഷയിലോ അല്ലെങ്കിൽ ദശവിധ പരീക്ഷയിലോ സിസ്റ്റമിക് എക്സാമിനേഷനിലോ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിലോ ഒക്കെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ചികിത്സ, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് അല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലാണ് മാഡം ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 6-7 തവണയായി ഇനി കറക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നു. ഏകദേശം ഇന്ന് ഫൈനൽ ഡേ ആണ്. അപ്പോൾ ഇന്നുകൂടി ഞാൻ എഴുതി അത്യാവശ്യം ഒപ്പിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലിപ്പോൾ ഫൈനലി മാഡം പറഞ്ഞത് ഡോസും അതായത് കൊടുക്കുന്ന മെഡിസിൻ്റെ ഡോസും ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വരിക എന്നാണ് പറഞ്ഞത്. ഇനി അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ പേപ്പർ സൈൻ ചെയ്ത് തരത്തുള്ളൂ. സൈൻ ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്കിത് റെക്കോർഡിലോട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നടക്കുമെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ഇന്ന് മാഡത്തിന് OP ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സൈൻ കിട്ടുമെങ്കിൽ സൈൻ വാങ്ങിക്കാം, അല്ലെങ്കിൽ പിന്നെ മണ്ടേ നടക്കത്തുള്ളൂ. കാരണം ലീവാണല്ലോ, ഹോളിഡേയ്സ് ആണല്ലോ. അപ്പം ലെറ്റ്സ് ഗോ. അപ്പോൾ പിന്നെ ഞാൻ OPയിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ സൈൻ കിട്ടുമോ ഇല്ലയോ, വീണ്ടും കറക്ഷന് വിടുമോ എന്നുള്ള ടെൻഷനൊക്കെ എനിക്കുണ്ട്. ബട്ട് ശുഭാപ്തി വിശ്വാസം കൈവടിയാതെ തന്നെ പോയി. പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിപ്പോൾ അങ്ങനെയാണല്ലോ, പേഷ്യൻസൊക്കെ ഒരുപാട് കാണും. പിന്നെ നമുക്കിതൊക്കെ ശരിയാക്കി കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ഗുഡാണോ ബാഡാണോ എന്ന് ലെറ്റ്സ് വെയിറ്റ്. സക്സസ്ഫുള്ളി I got the sign and അങ്ങനെ 8 തവണത്തെ കറക്ഷന് ശേഷം ഫൈനലി അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ റെക്കോർഡിൽ എഴുതണം. റെക്കോർഡിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഗ്രൂപ്പിലിട്ട് കൊടുക്കണം. എന്നാലേ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ എഴുതാൻ പറ്റൂ. അങ്ങനെ ആ സൈൻ സക്സസ്ഫുള്ളി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ മോഡേൺ പ്രാക്ടീസ് പഠിക്കാനായിട്ട് പോകുന്ന ഹോസ്പിറ്റലിൽ പോയി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴ പെയ്തു. മഴ തോർന്നതിന് ശേഷം ബാക്ക് ടു ഹോസ്റ്റൽ. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്.